Good afternoon, all. Good afternoon, ma'am. Okay, നമ്മള് ക്ലാസ് സ്റ്റാർട്ട് Good ചെയ്യാനാണ്. afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. ഓക്കെ, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്കത് ക്ലിയർ ആക്കി തരാം ക്ലാസ്സിന് ശേഷം കേട്ടോ. നമ്മൾ ഒരാൾ ഡൗട്ട് ചോദിക്കുമ്പോഴേ മറ്റുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആവും കേട്ടോ. അതുകൊണ്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും മ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത് അല്ലെ. നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെ നിർത്തിയത് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പോവാട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു? ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ പറഞ്ഞു അല്ലെ. ഓർമ്മയുണ്ടോ? ഇൻട്രാ ആൻഡ് ഇന്റർ എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിന് ഒരു ജനറൽ വാർഡ് ടു ICU വരുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ വരുന്നതാണ് ഇന്റർ. ഇൻട്രാ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഇൻട്രാ അല്ലെ. എന്തിനു വേണ്ടിയിട്ട്? അതായത് വെൽ ഡെവലപ്ഡ് കെയർ ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ അതിന്റെ ഒരു ഡെഫിനേഷൻ എന്താണെന്ന് നോക്കിയായിരുന്നു അല്ലെ. പിന്നെ നമ്മൾ അതിന്റെ പർപ്പസ് നോക്കിയായിരുന്നു, ഉദ്ദേശങ്ങള് അല്ലെ. നെസസറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പർപ്പസ്, ട്രീറ്റ്മെന്റ്, നഴ്സിംഗ് കെയർ, സ്പെഷ്യലൈസ്ഡ് കെയർ അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് നമ്മൾ നോക്കിയായിരുന്നല്ലോ. ഇന്റേണൽ ട്രാൻസ്ഫർ, എക്സ്റ്റേണൽ ട്രാൻസ്ഫർ, ഇൻട്രാ ഓർ ഇന്റർ, ആ സെയിം പ്രൊസീജിയർ തന്നെ. എക്സാമ്പിള് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം എന്ന് പറഞ്ഞായിരുന്നു. വാർഡ് ടു ICU എന്നാണ് ഇന്റേണൽ അല്ലെ. ഫ്രം ജനറൽ ഹോസ്പിറ്റൽ ടു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ ഓർ ക്യാൻസർ സെന്റേഴ്സ് വരുന്നത് എക്സ്റ്റേണൽ. ഔട്ടർ ആണല്ലോ, അത് പുറത്തുള്ള ഹോസ്പിറ്റലാണ് അല്ലെ. അപ്പൊ അത് എക്സ്റ്റേണൽ. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ഓരോ പോയിന്റ് ആയിട്ട് പറഞ്ഞായിരുന്നു അല്ലെ. ഓരോ പോയിന്റ് ഞാൻ എടുത്ത് പറയുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എക്യുപ്മെന്റ് നെസസറി ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് എ പേഷ്യന്റ്. എനിക്ക് തോന്നുന്നു ഇവിടം വരെയാണ് നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്തെന്ന് തോന്നുന്നു. ഈ പോയിന്റുകൾ പറഞ്ഞു അല്ലെ. ജസ്റ്റ് ഈ പോയിന്റുകൾ ഒന്നും കൂടി പറയാണ്. എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഒരു പേഷ്യന്റ് ട്രാൻസ്ഫർ ആവുമ്പോൾ നമ്മൾ എടുക്കുന്ന എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന്? വീൽ ചെയർ, സ്ട്രെച്ചർ, ഐഡന്റിഫിക്കേഷൻ ലേബിൾസ്, പേഷ്യന്റ് ബിലോങ്സ്, പിന്നെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, കാർഡിയാക് മോണിറ്ററിംഗ്. ഓക്കെ, ഇത്രയും എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രാൻസ്ഫർ ടു ആൻ എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി. എക്സ്റ്റെൻഡഡ് മീൻ എന്താണ്? എക്സ്റ്റെൻഡഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വിപുലമായിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിപുലമായിട്ടുള്ള കെയർ ആൻഡ് ഫെസിലിറ്റീസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഓരോ പോയിന്റുകളായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോയിന്റ്സും വായിക്കുക. ഓക്കെ, മേക്ക് ഷുവർ ദാറ്റ് പേഷ്യന്റ് ഫിസിഷ്യൻ ഹാസ് written the transfer order on his chart and has completed the special transfer form. This form should consist of patient's diagnostic care summary, drug regimen, and special care instructions such as diet and physiotherapy. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? കിട്ടിയോ നിങ്ങൾക്ക്? മീനിങ് എന്താണ്? രോഗിയെ നോക്കി ഒരു ഫിസിഷ്യൻ ആയിരിക്കുമല്ലോ രോഗിയെ നോക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ഡോക്ടർ ഒരു ഡോക്യുമെന്റ് എഴുതരില്ലേ. ഡോക്ടറിന് ഒരു ലെറ്റർ വേണമല്ലോ. അപ്പൊ ആ ലെറ്ററിൽ നമുക്ക് എന്താണ്? ഫിസിഷ്യൻ തന്റെ ചാർട്ടിൽ എന്ത് വേണം? ട്രാൻസ്ഫർ ഓർഡർ എഴുതിയിട്ടുണ്ടെന്നും ഒരു എന്താണ് റിട്ടേൺ ആയിട്ടുള്ള ഒരു ഫോം എഴുതിയിട്ടുണ്ടാകണം അല്ലെ. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് അല്ലെ. ആ ഫോമില് ഭക്ഷണക്രമം, ഡയറ്റിന്റെ വേണം, ഡ്രഗ് റെജിമൻ വേണം, ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി വേണം. നമ്മൾ പറഞ്ഞില്ലേ, ഒരു വാർഡിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ ICU കിടക്കുമ്പോൾ അവിടുത്തെ ഇൻചാർജ് എന്ത് ചെയ്യും? ഡേ ടു ഡേ പ്രൊസീജിയർ ഒരു സമ്മറി പോലെ എഴുതുന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. അപ്പൊ ആ ഒരു സമ്മറി വേണം. പിന്നെന്താണ്? ഡ്രഗ് റെജിമൻ, എത്രത്തോളം മെഡിസിൻസ് ആണ് ഇപ്പോൾ ആള്
ട്രീറ്റ്മെന്റിലൂടെ ഇപ്പോ എന്താണ് ഇതുവരെ ഏതൊക്കെ മെഡിസിൻസ് ആണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പേഷ്യൻസിന് ഏതൊക്കെ മെഡിസിൻ ആണ് നൽകിയിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് വേണം, ഇപ്പോ സച്ച് ഡയറ്റ്, ഭക്ഷണക്രമം, ഓരോ രോഗികൾക്കും അവരുടേതായിട്ടുള്ള ഭക്ഷണക്രമം ഉണ്ടാവും അല്ലെ. നോർമലായ ഒരു പേഴ്സൺ കഴിക്കുന്നത് പോലെയുള്ള ഫുഡ് ചിലപ്പോ ഒരു ICU കിടക്കുന്ന പേഷ്യൻസിന് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഡയറ്റ് ഉണ്ട്, ഫുഡ് ചാർട്ട് ഉണ്ട് അവർക്ക് അല്ലെ. അപ്പൊ ആ ഒരു ഫുഡ് ചാർട്ട്, പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടാകാം അല്ലെ. അപ്പൊ ഫിസിയോതെറാപ്പിയുടെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തിൽ വേണം, ഈ ഡോക്ടർ റിട്ടേൺ എഴുതുന്ന ഡോക്യുമെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കണം. നെക്സ്റ്റ് വരുന്നത് കംപ്ലീറ്റ് നഴ്സിംഗ് സമ്മറി ദാറ്റ് ഇൻക്ലൂഡ്സ്. നിങ്ങൾ ആരെങ്കിലും മ്യൂട്ട് ചെയ്യാനുണ്ടോ? ഇനി എല്ലാവരും മ്യൂട്ട് ചെയ്യാനോട്ടോ ക്ലാസ് എടുക്കുമ്പോ. ഓക്കെ, complete nursing summary that include the patient's assessment, progress, needed nursing treatment and special needs to make sure the continuity of care. അല്ലെ, രോഗിയുടെ വിലയിരുത്തല്, നഴ്സിംഗ് സമ്മറി, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നഴ്സിംഗ് സമ്മറി. നഴ്സസ് ഓരോ ഡേ ടു ഡേ പ്രൊസീജിയർ എഴുതി വെച്ചിട്ടുണ്ടാവും, ഓരോ റിക്കവറി ആയിട്ടുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ ഇപ്പോ എന്താണ് ഇടയ്ക്ക് ചിലപ്പോ പ്രഷർ ചെക്ക് ചെയ്യും, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ അവരിടയ്ക്ക് അല്ലെ ഡേ ടു ഡേ പ്രൊസീജിയറിൽ ചെയ്യാറുണ്ട് നഴ്സസ്. അപ്പൊ അങ്ങനെയുള്ള കംപ്ലീറ്റ് നഴ്സിംഗ് സമ്മറി വേണം. പിന്നെ എന്താണ് പേഷ്യന്റ് അസസ്മെന്റ്, വിലയിരുത്തല്, ആള് റിക്കവറി ആയോ, ഓരോ ദിവസത്തെ ആളുടെ കണ്ടീഷൻ എന്താണ്, അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഒരു വിലയിരുത്തലുണ്ട്, അസസ്മെന്റുകൾ ഉണ്ട്. അങ്ങനെയുള്ള അസസ്മെന്റ് പ്രോഗ്രസ്. പിന്നെ എന്താണ് ട്രീറ്റ്മെന്റ്സ്, അതായത് മെഡിസിൻസ്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, മെഡിസിൻസ് നൽകിയിട്ടുണ്ടാവാം, ചിലപ്പോ ലാബിൽ അല്ലെങ്കിൽ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവാം, സ്കാനിങ് ചെയ്തിട്ടുണ്ടാവാം, എക്സ്റേകൾ ചെയ്തിട്ടുണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ. പിന്നെ കണ്ടിന്യൂറ്റി ഓഫ് കെയർ, നഴ്സിംഗ് സമ്മറി, ഇതെല്ലാം പൂർത്തിയാക്കിയിരിക്കണം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളണം മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. സെറ്റിൽമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽസ്, നമ്മൾ പറഞ്ഞു അല്ലെ, ബിൽസ് ഒക്കെ ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ ക്ലിയർ ചെയ്യണം അല്ലെ. ഇപ്പൊ ലാബ് ടെസ്റ്റിന്റെയോ എന്തെങ്കിലും ഇപ്പോ മേ ബി എന്തെങ്കിലും പേയ്മെന്റിന് വല്ല ഡ്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്തിട്ട് അതൊക്കെ സെറ്റിൽമെന്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, വേറൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ. Retain one copy of the transfer from and nursing summary with the patient's chart and pass on the other copy to the receiving facility. അല്ലെ, നമ്മൾ എന്ത് വേണം, ഒരു കോപ്പി, അതായത് എന്തിന്റെയാണ്, ഈ സമ്മറിയുടെയും ഡീറ്റെയിൽസിന്റെ കോപ്പി ഇല്ലേ, നമ്മൾ മേൽ പറഞ്ഞുള്ള പോയിന്റ്സുകളില്ലേ, നമ്മൾ ഓരോ ഡീറ്റെയിൽസും സമ്മറിയും കാര്യങ്ങളും രോഗികളുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയ ഒരു ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റിന്റെ വൺ കോപ്പി ട്രാൻസ്ഫർ ഫ്രോം ദ നഴ്സിംഗ് സമ്മറി വിത്തിൻ ദ പേഷ്യന്റ് ചാർട്ട്. ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിന് ഒരു ചാർട്ട് ഉണ്ടാവുമല്ലോ അല്ലെ, നമുക്കറിയാം, ഒരു ഫയൽ പോലെ ഉണ്ടാവില്ലേ. നമ്മള് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഓൾറെഡി നമ്മൾ അവിടെ കണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ മുന്നിൽ കണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ആ പേഷ്യന്റിന്റെ ഫയലിൽ ഉണ്ടാവും അല്ലെ. അപ്പോ ആ ഒരു പേഷ്യന്റിന്റെ ഫയലിൽ ഒരു കോപ്പി അറ്റാച്ച് ചെയ്യണം. നെക്സ്റ്റ് വേറൊരു അതർ കോപ്പി എന്ത് ചെയ്യണം, റിസീവിംഗ് ഫെസിലിറ്റിക്ക് അയച്ചു കൊടുക്കണം. നമ്മൾ ഏത് ഹോസ്പിറ്റലിലേക്കാണോ രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യണം, അയച്ചു കൊടുക്കണം. ഒരു കോപ്പി എന്ത് വേണം, പേഷ്യൻസിന്റെ ചാർട്ടിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്യുക. ആൻഡ് അതർ വൺ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏതാണോ ആ റിസീവിംഗ് ഫെസിലിറ്റിയിലോട്ടും അയച്ചു കൊടുക്കുക. എന്നാലേ അവർക്ക് കണ്ടിന്യൂ ആയിട്ടുള്ള നെക്സ്റ്റ് പ്രൊസീജിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പേഷ്യൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ രണ്ട് കോപ്പികളാണ് എടുക്കേണ്ടത്, ഒന്ന് പേഷ്യന്റ് ചാർട്ടിനും നെക്സ്റ്റ് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുന്നിടത്തും കൂടി റിസീവ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്ഫർ എക്സ്റ്റെൻഡഡ് കെയറിൽ പറയുന്നത്. നെക്സ്റ്റ് കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കൽ ഇൽ പേഷ്യന്റ്. നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് നോർമലി ഒരു പേഷ്യൻസിന്, ഏതൊരു കണ്ടീഷനിലുള്ള പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ്. ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലുള്ള പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ ഓരോ പോയിന്റ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ, ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോ ഡിസിഷൻ ടു ട്രാൻസ്ഫർ അതായത് എന്താണ്, കൈമാറ്റം ചെയ്യാനും അല്ലെങ്കിൽ എന്തൊക്കെ ആശയവിനിമയങ്ങളാണ് ഇവിടെ ആ ഒരു പ്രൊസീജിയറിൽ നടക്കുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്രിട്ടിക്കൽ ഇൽനെസ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കാം. ദ ഡിസിഷൻ ടു ഷിഫ്റ്റ് ദ പേഷ്യന്റ് ഈസ് ഇമ്പോർട്ടന്റ് vulnerability of exposure of the patient and the staff to extra risk and extra expense for the relatives and the hospital. അല്ലെ, നമ്മൾക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു രോഗിയെ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കെയർ ലഭിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ്,
രോഗിയെയും അല്ലെങ്കിൽ രോഗിയെ ജീവനക്കാരെയും അല്ലെ അപകട സാധ്യതകൾ റിസ്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവുമല്ല, അങ്ങനെയുള്ള റിസ്ക് ആയിട്ടുള്ള സിറ്റുവേഷൻസിന് തരണം ചെയ്യാൻ വേണ്ടി, അതാണ് അങ്ങനെ ഒരു റിസ്കി സിറ്റുവേഷൻ വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പേഷ്യൻസിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കുന്നത്. ഈ രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങള്, റിസ്ക് അല്ലെങ്കിൽ എക്സ്ട്രാ എക്സ്പെൻസ് ഒക്കെ വരും ചിലപ്പോ അല്ലെ. ഞാൻ പറഞ്ഞു ചില ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഫെസിലിറ്റീസ് ഉണ്ടാവില്ല, ചിലപ്പോ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ നമ്മൾ മേ ബി പുറത്ത് പോയിട്ട് വേറെ ടെസ്റ്റുകളൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ എക്സ്ട്രാ എക്സ്പെൻസ് ആണ് അവിടെ വരുന്നത് അല്ലെ. ചിലപ്പോൾ ആ രോഗിക്ക് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പുറത്ത് പോയിട്ട് ചെയ്യാൻ പറ്റാത്തൊരു ഇൽനസ് ക്രിട്ടിക്കലി ആയിട്ടുള്ള പേഷ്യൻസിന് അങ്ങനെ സാധിക്കില്ലല്ലോ ഒരിക്കലും. അപ്പോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റിസ്കുകളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നത്. ആളെ നമുക്ക് എന്താണ് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തുന്നത് ഇങ്ങനെയുള്ള റിസ്കുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, the decision to transfer the patient decided by a senior consultant level, doctor by way of discussion with the patient's relatives about the benefits and risk involved അല്ലെ. അതായത് എന്താണ്, ഇപ്പോ രോഗിയെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു തീരുമാനം ഒരു ഹോസ്പിറ്റലുകാർക്കോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ മാത്രമല്ല ചെയ്യേണ്ടത് അല്ലെ. ഒരു ഡോക്ടറുടെ തീരുമാനം കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, ആ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മാത്രം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിൽ ഫസ്റ്റ്ലി എന്ത് ചെയ്യണം, പേഷ്യന്റിന്റെ അല്ലെ അല്ലെങ്കിൽ എന്താണ് റിലേറ്റീവ്സ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടേ. ആളുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്, നമ്മൾക്ക് ഈ ആള് പേഷ്യന്റ് റിസ്കിൽ നിന്നും മാറി ബെനിഫിറ്റ് കിട്ടണം, ആൾക്ക് റിക്കവറി ആവണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് അവർക്ക് തുടർന്ന് കൊണ്ടുപോകണം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പേഷ്യന്റിനെ എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ ആ റിസ്ക് ഒക്കെ മാറ്റി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിക്കവറി ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് ആരറിയിക്കണം, ആ ഡോക്ടേഴ്സും ഈ റിലേറ്റീവ്സും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വേണം അല്ലെ. എങ്കിൽ മാത്രമാണ് ട്രാൻസ്ഫർ പൂർത്തിയാകുള്ളൂ അല്ലെ. ഡോക്ടറിന്റെ ഒരു തീരുമാനം കൊണ്ട് മാത്രം ചിലപ്പോ ഇന്ന ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ചില പേഷ്യൻസിന് താല്പര്യം ഉണ്ടാവില്ല. അവര് തന്നെ ഞങ്ങള് ഈ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളാം എന്ന് ചിലവർ എന്താണ് തീരുമാനങ്ങൾ എടുക്കും അല്ലെ. ഒരു ഡോക്ടറിന് ഒറ്റയ്ക്ക് എന്താണ് ഒരിക്കലും ട്രാൻസ്ഫറിന് അങ്ങനെ ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം, രോഗിയെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള തീരുമാനം ഒരു മുതിർന്ന കൺസൾട്ടന്റ് ആയിരിക്കുമല്ലോ പറയുന്നത്, ഫിസിഷ്യൻ ആണല്ലോ. അപ്പോ ഈ ഫിസിഷ്യൻ എന്ത് ചെയ്യണം, രോഗികളുടെ ബന്ധുക്കളുമായിട്ട് അവർക്ക് ലഭിക്കുന്ന റിസ്കിൽ നിന്നും അവർക്ക് മോചനം കിട്ടും അല്ലെങ്കിൽ റിക്കവറി കിട്ടും, അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള സാധ്യതകളെ കുറിച്ച്. ഇപ്പൊ ഇവിടെ നോർമലി ഈ ഒരു സിറ്റുവേഷനിൽ ഈ പേഷ്യന്റ് ഈ ഹോസ്പിറ്റലിൽ തന്നെ തുടർന്നു കൊണ്ടുപോയാൽ വരുന്ന അപകട സാധ്യതകൾ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, റിലേറ്റീവ്സ് ആയിട്ട് ഡോക്ടറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ റിലേറ്റീവ്സ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു തീരുമാനത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഡോക്ടറിന്റെയും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ മാത്രം ഒരു തീരുമാനത്തിലല്ല, മറിച്ച് റിലേറ്റീവ്സ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ്, റിട്ടൺ ആൻഡ് ഇൻഫോംഡ് കൺസെന്റ് ഓഫ് പേഷ്യന്റ് റിലേറ്റീവ്സ് along with the reason to transfer is compulsory before the transfer അല്ലെ. അതായത് എന്താണ്, ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ്, ബിഫോർ ദ ട്രാൻസ്ഫർ അല്ലെ, ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് എന്ത് വേണം, ഈ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാരണവുമായി ബന്ധുക്കളെ അല്ലെ, ബന്ധുക്കളോട് നമ്മൾ പറയുന്ന പറഞ്ഞില്ല നേരത്തെ, ഡോക്ടർ എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ അല്ലെ. അപ്പൊ ബന്ധുക്കള് അനുവദിക്കുന്ന രേഖാമൂലമുള്ള ഒരു സമ്മതം കൂടി വേണ്ടേ, റിലേറ്റീവ്സിന്റെ സമ്മതം വേണമല്ലോ. അപ്പൊ ഈ റിലേറ്റീവ്സിന്റെ സമ്മതം കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ രേഖാമൂലമുള്ളൊരു എന്താണ് ഒരു സമ്മതം നിർബന്ധമാണ്. അതും എന്ത് വേണം, ഈ നമ്മൾ റെഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു കോപ്പി അല്ലെങ്കിൽ ആ ഒരു രേഖാമൂലം അവര് റിലേറ്റീവ്സ് സൈൻ ചെയ്ത ഒരു ലെറ്ററും കൂടി വേണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലെറ്റർ ഇല്ലെങ്കിൽ എന്താണ്, ചിലപ്പോ ഹോസ്പിറ്റലുകാര് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ തീരുമാനം കൊണ്ട് മാത്രമാണ് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്തേന്നാവില്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, റിലേറ്റീവ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പേഷ്യൻസിന്റെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കി നല്ലൊരു ട്രീറ്റ്മെന്റ് വേണം എന്നൊരു രീതിയിലൊക്കെ അവര് ഒരു തീരുമാനത്തിൽ എത്തിക്കുന്നത്. അപ്പൊ അതിനൊരു ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് വേണം എന്ന് പറഞ്ഞത്, ഒരു റിട്ടേൺ ആയിട്ടുള്ള ജസ്റ്റ് ഞങ്ങളുടെ സമ്മതത്താലാണ് പേഷ്യൻസിന് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നൊരു ലെറ്റർ, നമ്മളൊരു രേഖാമൂലമുള്ളൊരു ലെറ്റർ കൊടുക്കണം. അതും ഇതിന്റെ ഒപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആവശ്യമാണ്. ഇനി, a direct communication between shifting and receiving facility
should be sharing complete information on the patient's clinical condition, treatment being given, reason for transfer, method of transfer, and timeline of transfer in a written document. അല്ലെ, നോക്കി, ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. ആരൊക്കെ തമ്മിൽ? ബിറ്റ്വീൻ ഷിഫ്റ്റിംഗ് ആൻഡ് റിസീവിംഗ് ഫെസിലിറ്റി. ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഓൾറെഡി ആ പേഷ്യന്റ് നിന്നൊരു ഹോസ്പിറ്റൽ ഉണ്ടാവുമല്ലോ, ആ ഹോസ്പിറ്റലുകാരും ആൻഡ് റിസീവിംഗ് ഫെസിലിറ്റി. റിസീവിംഗ് എന്ന് പറയുന്നത് ആരാണ്? സ്വീകരിക്കുന്ന ഒരാളുണ്ടാവൂലേ, വേറൊരു ഹോസ്പിറ്റലിലേക്കല്ലേ നമ്മൾ റിസീവ് ചെയ്യാൻ പോകുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അവർ സ്വീകരിക്കുന്ന ആ ഒരു ഫെസിലിറ്റി അല്ലെ, അപ്പോ ആ ഒരു ഫെസിലിറ്റിയും തമ്മിൽ എന്ത് വേണം? ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. എന്തൊക്കെയാണ് ആ കമ്മ്യൂണിക്കേഷനിൽ വേണ്ടത്? ബൈ ഷെയറിംഗ് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഓൺ ദ പേഷ്യൻസ് ക്ലിനിക്കൽ കണ്ടീഷൻ. ആ ഒരു പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ക്ലിനിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസും, ട്രീറ്റ്മെന്റ് ബീയിങ് ഗിവൻ, റീസൺസ് ഫോർ ട്രാൻസ്ഫർ. എന്തുകൊണ്ടാണ് ഈ വ്യക്തിയെ അല്ലെങ്കിൽ ആ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്തത്, അല്ലെങ്കിൽ മെത്തഡ് ഓഫ് ട്രാൻസ്ഫർ, എങ്ങനത്തെ രീതിയിലുള്ള ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ടൈം ലൈൻ വേണം. പിന്നെന്താണ്, എത്രത്തോളം മെഡിസിൻസ് ഇപ്പോ ആള് ഓൾറെഡി നമ്മൾ അവർക്ക് കൊടുത്തു, എത്രത്തോളം ട്രീറ്റ്മെന്റ് ആണ് ചെയ്തത്, അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ കണ്ടീഷൻസ് അല്ലെ, ഇങ്ങനെയുള്ള പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് വേണം? ഷിഫ്റ്റിംഗും റിസീവിംഗ് ഫെസിലിറ്റിയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ പേഷ്യൻസിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞാൽ മാത്രമേ അവർക്ക് തുടർന്നുള്ള ചികിത്സ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതും എന്തിലായിരിക്കണം? ഇനി റിട്ടേൺ ഡോക്യുമെന്റ്, എല്ലാം രേഖാമൂലമുള്ള ഒരു ഡോക്യുമെന്റിലായിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മള് ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. മെയിൻ ആയിട്ട് നിങ്ങൾ ആലോചിക്കുക എന്താണ്, അതുവരെ ആ ഹോസ്പിറ്റലിൽ എങ്ങനെയൊക്കെയാണോ ട്രീറ്റ്മെന്റ് ആ രോഗിക്ക് വേണ്ടി നൽകിയത്, എന്തൊക്കെ ഫെസിലിറ്റീസ് അവർ ചെയ്തു, അല്ലെങ്കിൽ എത്ര ഡ്രഗ്സ് റെജിമെന്റ്സ് അല്ലെ, മെഡിസിൻസിന്റെ എത്രത്തോളം മെഡിസിൻസ് ആണ് അവർക്ക് നൽകിയത്, ഇതുവരെയുള്ള കണ്ടീഷൻ എങ്ങനെയാണ്, റിക്കവറി പ്രൊസീജിയർ ഉണ്ടോ, അല്ലെങ്കിൽ ആള് ക്രിട്ടിക്കലി ആയോ, ഓരോയുള്ള ഡേ ടു ഡേ പ്രൊസീജിയേഴ്സ് എല്ലാം എന്തുമൂലം വേണം? എല്ലാം വേണ്ടത് രേഖാമൂലം റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആയിരിക്കണം നൽകേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് ഇതിലേക്ക് പോണേണ് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ അല്ലെ. പ്രീ ട്രാൻസ്ഫർ, പ്രീ എന്നുള്ള എന്താണ്? മുൻകൂട്ടി പ്ലാൻ ചെയ്തത് അല്ലെ. പോസ്റ്റും പ്രീ എന്ന് നമ്മൾ പറയാറില്ലേ, ഇപ്പോ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ പ്രീ പ്ലാനിങ് നമ്മൾ പറയും അല്ലെ. അതുപോലെ തന്നെ പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. ചില സിറ്റുവേഷൻസിൽ പേഷ്യൻസിന് നമ്മൾ പ്രീ ട്രാൻസ്ഫർ ആയിട്ട് ചെയ്യും. അതായത് ഇപ്പോ ഇൻ കേസ് ഒരു ആക്സിഡന്റ് കേസ് ഒക്കെ വരുമ്പോൾ നമുക്കറിയാം, ആള് ചിലപ്പോ കൊണ്ടുവരുമ്പോൾ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണെങ്കിൽ ആ ടൈമിൽ തന്നെ പെട്ടെന്നാണ് നമ്മൾ അല്ലെ, പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. അവിടെ നമ്മൾ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ആളെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം അല്ലെ. അങ്ങനെയുള്ള ഒരു ഷിഫ്റ്റിംഗ് ഉണ്ട്. അല്ലാതെ നമുക്കിവിടെ പ്രീ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു വ്യക്തി ഇപ്പോ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയി അല്ലെ, ഇപ്പൊ ഒരു 10 days എന്തെങ്കിലും അങ്ങനെ ആള് വാർഡില അല്ലെങ്കിൽ റൂമിൽ അഡ്മിറ്റഡ് ആണ് അല്ലെ, എന്നിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ക്രിട്ടിക്കൽ വന്നു, പെട്ടെന്ന് ഐസിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു, എന്നിട്ട് ആൾക്ക് റിക്കവറി എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും വരികയാണെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകണം അല്ലെ, മാറ്റിയാൽ മാത്രം ആള് റിക്കവറി ആകുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അയാൾക്ക് വേണ്ട പ്രിപ്പറേഷൻസും കാര്യങ്ങളും വേണ്ടേ. ഇപ്പൊ ജസ്റ്റ് നമുക്ക് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വിടാൻ പറ്റില്ല അല്ലെ. അതിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒരുക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അപ്പൊ അവിടെ നമുക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് വേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, a proper and clear preparation and equilibrium of patient should be done prior to transfer to prevent any hostile events or deterioration of the patient clinical condition. The patient should be properly reviewed and balanced to the maximum extent possible without wasting undue time. In the course of the preparation, patients A, B, C, and D, that is airway, breathing, circulation, and disability, should be examined, and in connected curable problems should be rectified. In this context, the use of pre-transfer checklist helpful. ഒന്നും മനസ്സിലായി. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറച്ച് റയർ ആയിട്ട് കേട്ടിട്ടുള്ള ടേം ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാട്ടെ എന്താണെന്ന്. എളുപ്പമാണ്. നിങ്ങൾക്ക് ഫസ്റ്റില് കേൾക്കുമ്പോ ഇത്തിരി ടഫായിട്ട് തോന്നും, പക്ഷെ കുഴപ്പമില്ല. നമ്മളൊന്ന് അർത്ഥം മീനിങ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ കൂടെ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന ചില ടേമുകളൊക്കെ ഉണ്ട്. ഇപ്പൊ കണ്ടില്ലേ, A, B, C, D എന്തൊക്കെയാണത്? എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ അല്ലെ, ഡിസബിലിറ്റി, ഇങ്ങനെയുള്ള ടേമുകളൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ കറക്റ്റ് ആയിട്ട്.
നമുക്ക് എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം അല്ലെ. പ്രീ ട്രാൻസ്ഫറിൽ നമ്മൾ പറയുന്നത് അല്ലെ, ഒരു പ്രോപ്പർ ആയിട്ടും അല്ലെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കണം ഒരു പേഷ്യൻസിനെ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ടു പ്രിവെന്റ്, എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെ, അതായത് രോഗിയുടെ ശരിയായും അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പും അല്ല ഒരു സന്തുലിതാവസ്ഥ, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു സന്തുലിതാവസ്ഥയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കണം കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹാസ്റ്റേൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നുള്ള എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരില്ലേ, പെട്ടെന്ന് സഡൻ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളതിനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എന്താണ്, രോഗികളുടെ ശരിയായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ അവിടെ ആവശ്യമാണ് അല്ലെ. അപ്പോൾ സന്തുലിതാവസ്ഥയും കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് മുൻപ് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും സഡൻ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ സംഭവിക്കില്ലേ ക്രിട്ടിക്കൽ ആയിട്ട് പേഷ്യൻസിന് അല്ലെ, അങ്ങനെയുള്ള സംഭവങ്ങള്, അങ്ങനെ പേഷ്യന്റിന്റെ എന്തെങ്കിലും സിറ്റുവേഷൻ അവസ്ഥ വഷളാകുന്നതിന് മുൻപ് അല്ലെ, അതിന് ഓവർകം ചെയ്യണം അല്ലെ, അതെല്ലാം കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് നോക്കണം എന്നാണ് പറയുന്നത്. ട്രാൻസ്ഫറിന് മുന്നേ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഓൺ ദ വേയിൽ അങ്ങനെ എന്തെങ്കിലും സഡൻ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും വ്യക്തിക്ക് വരാൻ പാടില്ല അല്ലെ. ആളുടെ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു സഡൻ ആയിട്ടുള്ള ഒരു അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് നമുക്കൊരു വഷളാകുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യണം, ആൾ ട്രാൻസ്ഫർ ചെയ്യണം. അതെല്ലാം എന്ത് ചെയ്യണം, പ്രിപ്പറേഷനിൽ നമ്മൾ ക്ലിയർ ചെയ്ത് വേണം എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാനായിട്ട് അല്ലെ. ഇനി അതായത് പിന്നെന്താണ്, the patient should be properly revived and balanced the maximum extent possible without wasting undue time. Undue time means എന്താണ്, നമ്മൾ പറയില്ലേ ഒട്ടും തന്നെ സമയം പാഴാക്കാതെ ആളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ജീവൻ രക്ഷിക്കാനൊക്കെ സാധിക്കും എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. സെയിം ഇത് തന്നെയാണ് ഇവിടെ മീനിങ് ആണ് പറയുന്നത്. ഒട്ടും തന്നെ എന്ത് ചെയ്യാം, സമയം വേസ്റ്റ് ചെയ്യരുതോ, സമയം കളയാണ്ട് എന്ത് ചെയ്യണം, രോഗിയെ ശരിയായിട്ട് പുനരുജ്ജീവിപ്പിക്കണ്ടേ, നമ്മൾക്ക് റിക്കവറി ചെയ്യണ്ടേ, ആളെ വെൽ ഡെവലപ്ഡ് കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഒട്ടും തന്നെ ടൈം കളയാണ്ട് എന്ത് വേണം, നമ്മൾ ശരിയായിട്ട് അവർക്ക് ടൈം കളയാണ്ട് പുനരുജ്ജീവിപ്പിക്കാനായിട്ട് അങ്ങനെ അതിനുള്ള സാധ്യമായിട്ടുള്ള പരമാവധി പ്രിപ്പറേഷൻസ് നമ്മൾ ചെയ്യണം. ഇനി എന്താണ്, പേഷ്യന്റ് എ, ബി, സി ആൻഡ് ഡി. എ എന്ന് പറയുന്നത് എയർവേ, ബി എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രീതിങ്, സി എന്ന് പറയുന്നത് സർക്കുലേഷൻ, ഡി ഡിസബിലിറ്റി. ഇനി എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഓരോന്നായിട്ടാണ് നെക്സ്റ്റ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഡൗട്ട്സുകളൊക്കെ വരാം, കുറച്ച് ടേമുകളൊക്കെ പുതിയ ടേമുകളൊക്കെ വരുന്നുണ്ട്, നമ്മൾ കേൾക്കാത്ത ടേമുകളൊക്കെയാണ്. ഓക്കെ, ജസ്റ്റ് അത് ക്ലിയർ ചെയ്ത് ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് നമ്മൾ ഈ സെക്ഷൻ ഒന്ന് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അതിന്റെ പിക്ചറൈസേഷൻ ഒക്കെ ഇട്ട് ഒന്ന് ക്ലിയർ ആക്കി തരാം. നിങ്ങൾക്ക് ആദ്യം കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ കുഴപ്പമില്ല, എളുപ്പമാണ്. ഓക്കെ, എയർവേ ഫസ്റ്റ് നമുക്ക് നോക്കുന്നത് എയർവേ എന്താണെന്ന് കേട്ടോ. The patient with the possibility of airways compromise in the course of transfer should be electively intubated with the endotracheal tube, ETT കേട്ടോ. ETT ഫുൾ ഫോം എപ്പോഴും ഓർത്തിരിക്കുക. നമ്മൾ ഇങ്ങനെ വരുന്ന ഫുൾ ഫോമുകളും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് അല്ലെ. നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഫുൾ ഫോമുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ETT with a cuff which should be fixed properly after verifying its exact position. Some patients need a properly placed nasogastric tube in order to prevent aspiration of gastric contents during transfer. The cervical spine stabilization may be needed in some trauma patients. അല്ലെ, ഓക്കെ, ഈ നാസോഗാസ്ട്രിക് ട്യൂബ് അല്ലെങ്കിൽ എൻഡോട്രൈക്കൽ ട്യൂബ്, ETT എന്ന് പറഞ്ഞ ട്യൂബ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മള് കോമൺ കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റുമല്ലോ. ഈ ട്യൂബ് ഇടുന്ന പേഷ്യൻസ് ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്. ഇവിടെ നമ്മള് നാസോഗാസ്ട്രിക് ട്യൂബ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായിൽ കൂടി ഇപ്പൊ ഫുഡ് കഴിക്കാൻ പറ്റാത്ത, നോർമലി ഫുഡ് കഴിക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ട്യൂബിൽ കൂടി ഫുഡ് കൊടുക്കണതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അതായത് വളരെ ലിക്വിഡ് ആയിട്ടുള്ള, അത്രയും ലിക്വിഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവർക്ക് ഫുഡ് കൊടുക്കുന്നത് അല്ലെ. അങ്ങനെ നമ്മൾ ഈ ട്യൂബ് ഇടുന്ന പേഷ്യൻസിന് ആ ഒരു ഇതാണ് നാസോഗാസ്ട്രിക് ട്യൂബും ഈ എൻഡോട്രയാക്കൽ ട്യൂബ് എന്ന് പറയുന്നത്. നാസോ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, നോസ്, നമ്മളുടെ മൂക്കിൻ്റെത് അല്ലെ, ഈ ട്യൂബിന്റെ അകത്തൂടെ ആഹാരം ഇറങ്ങി പോവോ മാഡം? നമുക്ക് അതാണ് നമ്മൾ പറയുന്നത്. ട്യൂബിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ നോർമലി ഫുഡ് കഴിക്കാൻ പറ്റാത്ത
പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ട്യൂബിന്റെ ഒരു സിസ്റ്റം ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പോൾ ചില പേഷ്യൻസിന് അത് നാസോ ഗ്യാസ്ട്രിക് ട്യൂബ്, നാസോ എന്ന് പറഞ്ഞാൽ മൂക്കിൽ കൂടി ട്യൂബ് ഇടുന്നത്, മറ്റേ എൻഡോട്രാക്കിൽ എന്ന് പറയുമ്പോൾ വായിൽ കൂടി ട്യൂബ് ഇടുന്നത്, സെയിം ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഈ ട്യൂബിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ഫുഡാണ് ട്യൂബിലൂടെ കൊടുക്കുന്നത് നമ്മൾ വ്യക്തിക്ക്? വളരെ വളരെ ലിക്വിഡ് ആയിട്ടുള്ളതായിരിക്കണം. ഒരു തരി പോലും നമ്മൾ അതിൽ പാടില്ല അല്ലെ. അപ്പൊ അത്രയും ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഫുഡ് ആയിരിക്കണം അങ്ങനെയുള്ള ഒരു പേഷ്യൻസിന് നമ്മൾ നൽകേണ്ടത് അല്ലെ. ഇനി നാസോ എന്ന് പറഞ്ഞാൽ നമ്മൾ മൂക്കിൽ കൂടി കൊടുക്കുന്നത് അല്ലെ. ഇങ്ങനെയുള്ള ഫുഡ് ട്യൂബിൽ കൊടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ. നമ്മളുടെ ഇഷ്ടത്തിന് അങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് ഒരു പേഷ്യൻസിന് നൽകാനായിട്ട് പാടില്ല അല്ലെ. അതിനെന്ത് വേണം? ഒരു 2 hours എങ്കിലും മാക്സിമം ഒരു 2 മണിക്കൂർ ഇടവിട്ട് വേണം ഇങ്ങനെയുള്ള ട്യൂബിൽ കൂടി ഫുഡ് കൊടുക്കാനായിട്ട് അല്ലെ. 2 മണിക്കൂർ ഇടവേളയ്ക്ക് ശേഷമായിരിക്കണം ഫുഡ് കൊടുക്കാൻ. പിന്നെ എന്താണ്? മാക്സിമം ലിക്വിഡ് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു തരി പോലും ശരിക്കും ആ ലിക്വിഡിൽ വരാൻ പാടില്ല. അത്രയും ഡൈല്യൂട്ട് ആയിട്ടുള്ളത് വേണം. പക്ഷെ ഇങ്ങനെ കൊടുക്കുന്ന ഫുഡിൽ എന്ത് വേണം? അവർക്ക് വേണ്ടുന്ന ഒരു സമീകൃത ആഹാരം പോലെയും വേണം കൊടുക്കാനായിട്ട് അല്ലെ. അതിനകത്ത് തന്നെ ഇപ്പൊ അവർക്ക് വേണ്ട എല്ലാ വൈറ്റമിൻസും അതിലൂടെ ലഭിക്കണം. ഇപ്പൊ നമ്മള് വെജിറ്റബിൾ ഒക്കെ ആണെങ്കിൽ വെജിറ്റബിളിന്റെ സൂപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ, അപ്പൊ അങ്ങനെയുള്ള സൂപ്പ് പോലെ, അതായത് അപ്പൊ വെജിറ്റബിളിന്റെ അവർക്ക് കിട്ടുന്ന പ്രോട്ടീനും കാൽഷ്യം എല്ലാം അവർക്ക് ലഭിക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളത് വളരെ ഡൈല്യൂട്ട് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഫുഡ് ആയിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. ഇത് 2 മണിക്കൂർ ഇടവിട്ടായിരിക്കണം ഫുഡ് കൊടുക്കേണ്ടത്. അതിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ഇന്ന എത്ര അളവുണ്ട്, ഒരു മെഷർമെന്റ് ഉണ്ട് ഈ ഫുഡ് കൊടുക്കുന്നതിന്. ഇപ്പൊ നമ്മൾ 2 മണിക്കൂർ ഇടവിട്ട് ഒരു പേഷ്യന്റിന് ഫുഡ് കൊടുക്കുമ്പോൾ മാക്സിമം 200 ഗ്രാമാണ് ഫുഡ് നമ്മൾ അതാണ് ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത്. 200 ഗ്രാമാണ് ഫുഡ് കൊടുക്കുന്നത് അല്ലെ. പിന്നെ ഇങ്ങനെയുള്ള ഒരു ട്യൂബ് ഇട്ട പേഷ്യൻസിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല, കുറച്ച് പേർക്കെങ്കിലും ഒക്കെ അറിയാൻ പറ്റും അല്ലെ. ട്യൂബ് ഇടുമ്പോൾ ഹോസ്പിറ്റൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബെഡ് ഉണ്ടാവില്ലേ, അതായത് പേഷ്യൻസിന് എന്താണ് പേഷ്യൻസിന്റെ തല അല്ലെങ്കിൽ ഹെഡ് ഇങ്ങനെ ഒരു പൊന്തി നിൽക്കുന്ന ഒരു ടൈപ്പ്, അതായത് ഓൾറെഡി ഇങ്ങനെ കിടക്കുന്ന ഒരു പേഷ്യന്റ് അല്ല, അതിന് എന്ത് വേണം, ഹെഡിന്റെ അവിടെ കുറച്ച് പൊങ്ങി അല്ലെ, നല്ല രീതിയിൽ അങ്ങനത്തെ ഒരു അതിനു വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കട്ടിലൊക്കെ ഉണ്ട് അല്ലെ ഹോസ്പിറ്റലുകളിൽ. ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ട് ഒരു നമ്മളുടെ തലയുടെ ഇല്ലേ പില്ലോ പോലത്തെ തന്നെ ഒരു ഇങ്ങനെയുള്ള കിടപ്പ് രോഗികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ നമ്മള് ഫുഡൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആ പേഷ്യൻസിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു പില്ലോ പോലത്തെ ഒരു സംഭവം നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. അതായത് നമ്മൾ കിടക്കുന്ന ബെഡിന് നമ്മൾ പില്ലോ കവർ വെക്കുന്നതിന് പകരം എന്ത് ചെയ്യും, ഈ ഒരു സംഭവം സെറ്റ് ചെയ്യും. ഒരു സ്റ്റാൻഡ് പോലെയാണ്. അതായത് നമുക്ക് നമ്മളുടെ അളവിന് മാക്സിമം അത് ആളുടെ പേഷ്യൻസിന്റെ തല ഒന്ന് പൊന്തി നിൽക്കാൻ വേണ്ടി ഫുഡൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്നത് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പെട്ടെന്ന് ഇറങ്ങി പോവാനും ആ ഒരു പ്രോസസ് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അത് അങ്ങനെയുള്ളവരൊക്കെ അവൈലബിൾ ആണ് അല്ലെ. ഹോസ്പിറ്റലിലാണെങ്കിൽ ഓൾറെഡി എന്താണ് ഇങ്ങനെയുള്ള ബെഡ്സ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവാം അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് ഫുഡ് കൊടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഈ തല മാക്സിമം പൊക്കി വെക്കുക, എന്നിട്ട് നമ്മൾ ഈ ട്യൂബിൽ കൂടി എന്ത് ചെയ്യും, സിറിഞ്ച് വഴിയിട്ടാണ് നമ്മൾ ഈ ഫുഡ് ട്യൂബിൽ കൂടി കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ ട്യൂബിൽ കൊടുക്കുന്ന ടൈമിൽ മാം എയർ കയറായിരിക്കും, ആ ട്യൂബ് ജസ്റ്റ് ഒന്ന് മടക്കി പിടിച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്, എന്നിട്ടാണ് ട്യൂബ് ക്ലിയർ ആയിട്ട് ഇടുന്നത്. നമുക്ക് ആ ട്യൂബിന് പുറമെ ഒരു അളവുകൾ എഴുതി കാണും അല്ലെ, ഒരു അളവുകൾ ഉണ്ട്, കറക്റ്റ് ആയിട്ടുള്ളൊരു അളവുണ്ട്. അപ്പൊ ഈ ട്യൂബിൽ പിന്നെ ഈ ഫുഡ് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെ. എന്നാൽ മാത്രമേ അവർക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ട്യൂബിൽ കൂടി പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഇടിന്റെ ആ ഫുൾ ഫോം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു എന്നുള്ളൂ കേട്ടോ. ക്ലിയർ ഒട്ടും ഇതിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി ട്യൂബിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തന്നത്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ച് പിക്ചേഴ്സ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഏകദേശം ഒന്നും നമുക്ക് ഒരു ഡീറ്റെയിലും അറിയാത്തൊരു കണക്ഷൻ ഇല്ലാത്തവർക്ക് പെട്ടെന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പിക്ചറും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബ്രീത്തിങ് ആണ്. ബ്രീത്തിങ് വായിക്കാം. The ventilation should be sufficiently regulated with the optimization of the arterial blood gas value in the suspected pneumothorax. Pneumothorax test train should be installed before transfer, especially before air transport അല്ലെ. നമ്മള് ബ്രീത്തിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. ന്യൂമോതൊറാക്സ് അല്ലെ, നിങ്ങൾ റയർ ആയിട്ട് കേട്ടിട്ടുള്ള ടേം ആയിരിക്കാം, ചിലവർ കേട്ടിട്ടുണ്ടാകാം അല്ലെ. ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളുടെ ശ്വാസ സംബന്ധമായിട്ട് വരുന്നൊരു
അതാണ് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് അല്ലെ. അതായത് ഒരു എന്താ പറയാ, നമ്മളുടെ ശ്വാസകോശത്തിനും അല്ലെങ്കിൽ ഈ നെഞ്ചിന്റെ ഒക്കെ ഭാഗത്തായിട്ട്, ചെസ്റ്റിന്റെ ആ ഭാഗത്തായിട്ട് എന്താണ് ആ ഒരു ഭിത്തിക്കിടയിൽ അല്ലെ, നെഞ്ചിന്റെയും ഈ പറഞ്ഞ ശ്വാസകോശത്തിന്റെയും അതിന്റെ ഭിത്തിക്ക് ഇടയിലായിട്ട് ഈ എന്താണ് ഒരു വായുവിന്റെ ശേഖരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ. ഇപ്പോ മേ ബി ഇപ്പൊ ബ്ലഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ആ ഒരു പോർഷൻസിൽ, അതായത് ഈ ശ്വാസകോശത്തിന്റെയും നമ്മളുടെ നെഞ്ചിന്റെ ഭിത്തിക്കിടയിലുമായിട്ട് വരുന്ന ഒരു എന്തെങ്കിലും ഒരു പ്രോബ്ലംസ്, ഇപ്പൊ വായുവിന്റെ ശേഖരണം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ മരുന്ന് സ്വീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള വ്യക്തികളില് മരുന്ന് സ്വീകരിക്കാനായിട്ട് നമ്മള് ശരീരത്തിൽ എന്ത് ചെയ്യും, ഒരു മരുന്ന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വളരെ നേർത്ത ഒരു ട്യൂബ് കടത്തിവിടും. അതിനെയാണ് നമ്മൾ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. ചെസ്റ്റ് ഡ്രെയിൻ, അതാണ് ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറയുന്നത്. ഇതിനെല്ലാം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു നമ്മൾ ട്യൂബ് ഇടുന്ന പറഞ്ഞില്ലേ, അതുപോലെ ചെറിയൊരു ട്യൂബ് ഈ ശ്വാസകോശത്തിന്റെ ആ ഒരു ഏരിയയിൽ നമ്മൾ ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറഞ്ഞൊരു സംഭവം കടത്തിവിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യും, മരുന്ന് സ്വീകരിക്കാനായിട്ട് രോഗിക്ക് സാധിക്കും. ഓക്കെ, അത്രയും കാര്യമാണ് നമ്മൾ ബ്രീത്തിങ്ങില് പറയുന്നത്. ഇനി അപ്പൊ എന്താണ് ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശ്വസന പ്രവർത്തനങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്മളുടെ ഈ പറഞ്ഞ അനാവശ്യമായിട്ടുള്ള പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പൊ വായു എയർ ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ രക്തം ഉണ്ടാവും, എന്തെങ്കിലും ഫ്ലൂയിഡ്സ്, ദ്രാവകങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനേക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥാപിക്കുന്ന ഒരു ട്രെയിൻ അല്ലെങ്കിൽ ട്രെയിനുകളാണ് ഈ പറഞ്ഞ ചെസ്റ്റ് ട്രെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിന്റെ പിക്ചർ നിങ്ങൾക്ക് ക്ലാസ്സിന് ശേഷം ഒന്ന് കാണിച്ചു തരാം, ഞാൻ ഷെയർ ചെയ്യാം പിക്ചർ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഇനി സർക്കുലേഷൻ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സർക്കുലേഷൻ അല്ലെ. സർക്കുലേഷൻ നോക്കി, the patient should have at least 2 wide-bore intravenous working cannulas in place before shifting. External hemorrhage, if any, should be regulated, controlled, and any shock should be treated with intravenous fluids and or vasopressors. The availability of cross-matched blood may be needed in the course of the transport. അല്ലെ, സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഓക്കെ, ദ പേഷ്യന്റ് ഷുഡ് ഹാവ്, സർക്കുലേഷൻ എന്ന് പറഞ്ഞാല് രോഗി എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ആവുന്നതിന് മുൻപ് അല്ലെ, രോഗി ട്രാൻസ്ഫർ ആവുന്നതിന് മുൻപ് കുറഞ്ഞത് ഒരു 2 വൈഡ് ബോർ ഇൻട്രാവൻസ്, അതായത് ഇൻട്രാവൻസ് വർക്കിംഗ് കാനുലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാനുലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമ്മള് പേഷ്യന്റ് ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആവുമ്പോൾ നമ്മളുടെ ഈ കൈത്തണ്ടയില് അല്ലെ, ഇവിടെ ഒരു എന്താണ് ഒരു നീഡില് കയറ്റില്ലേ, നീഡില് കയറ്റി ഒരു പ്ലാസ്റ്റർ വെച്ചിട്ട് അല്ലെ, നമുക്ക് അതിൽ കൂടിയാണ് നമുക്ക് മെഡിസിനും ഇഞ്ചക്ഷൻ ഒക്കെ നൽകുന്നത് അല്ലെ. അപ്പൊ അതിനെ തന്നെയാണ് ഈ കാനുലാസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നത് വർക്കിംഗ് കാനുലാസ് ഇൻ പ്ലേസ് ബിഫോർ ഷിഫ്റ്റിംഗ് അല്ലെ. രോഗി ട്രാൻസ്ഫർ ആകുന്നതിന് മുൻപ് കുറഞ്ഞത് 2 വൈഡ് ബോർ കാനുലാസ് വേണം. നമ്മൾ ഈ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, ആംബുലൻസിലൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, ആൾക്ക് ഓൾറെഡി ഈ കാനുലാസും ഇതൊക്കെ ഉണ്ടാവും. അതൊന്നും മാറ്റാണ്ട് തന്നെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. കാരണം ചിലപ്പോൾ ഇത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ടീഷൻ ചിലപ്പോൾ മോശമായെന്ന് വരാം അല്ലെ. ഓൾറെഡി എങ്ങനെയാണോ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെ സെയിം കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കണമല്ലോ, എന്നാൽ മാത്രമേ പേഷ്യന്റിന് റിക്കവറി ആവാൻ പറ്റുള്ളൂ. ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഈ പറഞ്ഞ കാനുലാസും ഇത് കാര്യങ്ങളൊക്കെ അത്യാവശ്യമാണ് അല്ലെ. അപ്പോ അത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്, if should be regulated, controlled, and any shock should be treated with the intravenous fluid and or vasopressors അല്ലെ. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ വാസോപ്രസേഴ്സ് മീൻസ് രക്തക്കുഴലുകളൊക്കെ ഇല്ലേ, അപ്പൊ രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഷോക്കുകൾ വരെ, ആഘാതങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഷോക്കുകൾ വരെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ്സ് വരെ, ഇപ്പൊ ബ്ലഡ് സർക്കുലേഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഒക്കെ വരുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ അങ്ങനെയുള്ളതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഈ കാനുൽസും യൂസ് ചെയ്യണം അല്ലെ, ഫ്ലൂയിഡ് ഓർ വാസോപ്രസർ ഉപയോഗിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു റിസ്ക് അല്ല, ഈ റിസ്കുകളൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. ഇനി നെക്സ്റ്റ് ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് അല്ലെ. ന്യൂറോ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഹെഡ് ഇഞ്ചുറി ആയിട്ട് വരുന്ന പേഴ്സൺസിനെയാണ് എന്ത് പറയുന്നത്, ന്യൂറോ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ്,
patient with a head injury should have their Glasgow coma scale. Glasgow coma scale. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ടേം ആയിരിക്കാം അല്ലെ? Glasgow coma scale, GCS. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് Glasgow coma scale അല്ലെ? നിങ്ങളത് ബൈ ഹാർട്ട് ആയിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും Glasgow coma scale കേട്ടോ. എന്താണ് Glasgow coma scale? നമ്മൾ പറഞ്ഞു, നമ്മൾ ICUല് പറഞ്ഞു, ICUല് എന്ത് ചെയ്യും, ഒരു എക്യുപ്മെന്റ്സ് ഉണ്ടാവാം, ഒരു മോണിറ്റർ ഉണ്ടാവാം. നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഇപ്പൊ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു പേഷ്യന്റ് ICUല് ഇങ്ങനെയൊക്കെ കിടക്കുമ്പോൾ ഒരു മോണിറ്ററിൽ ഒരു വേവ് പോലെ ഒരു ഇതുപോലെ ഉണ്ടാവില്ലേ മോണിറ്ററിൽ? അതായത് എന്താണ്, പേഷ്യന്റിന്റെ ദേഹത്ത് കണക്ട് ചെയ്തിട്ടുള്ള പൾസും ഹാർട്ടൊക്കെ കാണിക്കുന്ന ഒരു മോണിറ്ററിൽ കാണിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ സെയിം അതേ ഒരു മോണിറ്റർ പോലെ തന്നെയാണ് Glasgow coma scale എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഹെഡ് ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിനാണ് ഈ Glasgow coma scale. ഇങ്ങനെയുള്ള ഒരു മോണിറ്ററിന്റെ ഒരു പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ പറയുന്നത് അല്ലെ? അതായത് ഇങ്ങനെയുള്ള ഹെഡ് ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള ആ രോഗികളിലൂടെ അല്ലെങ്കിൽ ഈ Glasgow coma scale എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ, ആ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ ആ ബോധനിലയെ അളക്കുന്ന ഒരു മോണിറ്ററിംഗ് ആണത് അല്ലെ? അതായത് ആൾക്ക് ബോധനിലയെ അളക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് കണ്ണിന്റെ ചലനം വരും അല്ലെ? ആളുടെ കണ്ണ് ചലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് സംസാരിക്കുന്നുണ്ടോ, ലിപ് മൂവ്മെന്റ്സ് ഉണ്ടോ, സംസാരമുണ്ടോ, അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ളത് ഇപ്പൊ കൈകൾ അനങ്ങുന്നുണ്ടോ, കാലുകൾ അനങ്ങുന്നുണ്ടോ, അങ്ങനെ ഇങ്ങനെയുള്ള ഓരോ ഇതും ആ വ്യക്തിയുടെ ബോധനിലയിലുള്ള അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ബോധനിലയെ അളക്കുന്ന ഒരു മോണിറ്ററിംഗ് സിസ്റ്റമാണ് ഈ Glasgow coma scale എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മളുടെ പറഞ്ഞ കണ്ണിന്റെ എത്രത്തോളം ഉണ്ട് അത് അവർ മെഷർ ചെയ്തിട്ടാണ് നമുക്ക് മോണിറ്ററിൽ കാണാനായിട്ട് സാധിക്കുന്നത്. Adequately monitored and recorded document before in the course of cancer administration suddenly. ഓക്കെ, അപ്പൊ Glasgow എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓരോ കണ്ണിന്റെ ചലനം, ഫിസിക്കൽ ആയിട്ടുള്ളത്, അങ്ങനെയുള്ള ചലനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ Glasgow മോണിറ്റർ നമ്മൾ. GCS മുമ്പ് ഏതെങ്കിലും പരീക്ഷ ചോദിച്ചിട്ടുണ്ടോ മേഡം ഫുൾ ഫോം ആയിട്ട് Glasgow coma scale? അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് Glasgow coma scale കേട്ടോ. നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒന്നില്ലെങ്കിൽ ഫുൾ ഫോം ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ടേം തന്നെ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് Glasgow coma scale കേട്ടോ. നമുക്ക് ചില ടേമുകളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, നിങ്ങൾ കേൾക്കാത്ത ടേമുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ETT പറഞ്ഞില്ലേ നമ്മള്, ETT അല്ലെ? പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ വന്ന ഒരു ടേം ആണ് അതൊക്കെ. എൻഡോട്രയാക്കൽ ട്യൂബൊക്കെ അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക അല്ലെ? ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ടല്ല, നമ്മള് പുതിയതായിട്ടുള്ള ടേമുകളാണ്, നമുക്ക് ഇതിനകത്ത് വരുന്ന ടേമുകളാണ് അല്ലെ? Glasgow coma scale ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ഷുവർ ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതെല്ലാം. ഓക്കെ, അപ്പൊ നിങ്ങള് ഓരോരുത്തരും നോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ലെക്ചർ നോട്ട് പോലെ ചെയ്യണമെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യാ, നോട്ട് ചെയ്ത് വെക്കാം. ഇതൊരു മോണിറ്റർ ആണോ അത്? നമ്മളൊരു എക്യുപ്മെന്റ് ആണ്. ഒരു എക്യുപ്മെന്റ് ആണ് അല്ലെ? മോണിറ്റർ തന്നെയാണ്. അതിനകത്താണ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഞാൻ അതിന്റെ പിക്ചേഴ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും ഒന്നുകൂടി. അതൊരു TV പോലെ അല്ലേ ഇരിക്കണം മേഡം? അതിലറിയാൻ പറ്റും ഇങ്ങനെ ഓരോ പൾസറായിട്ട് ഇങ്ങനെ ഓരോ ചലനം. ഓക്കെ, നിങ്ങൾക്ക് ഒന്ന് പിക്ചർ ചെയ്യാവുന്ന ഷെയർ ചെയ്ത് തരാം. ഓക്കെ. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ മേഡം. ഓക്കെ, Glasgow coma scale കണ്ടോ? ഇതൊരു മോണിറ്ററിൽ ഒരു പിക്ചർ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇങ്ങനെ ആയിരിക്കും ഒരു മോണിറ്ററിൽ കാണിക്കുന്നത്. ആ പേഷ്യൻസിന്റെ കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഐ ഓപ്പണിംഗ് റെസ്പോൺസ്, കണ്ണിന്റെ റെസ്പോൺസ് എങ്ങനെയാണ്, ചലനം നടക്കുന്നുണ്ടോ ഓരോ മിനിറ്റിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് റെസ്പോൺസ് ചെയ്യുന്നത്, അത് കറക്റ്റ് ഒരു മെഷർമെന്റോട് കൂടിയിട്ടാണ് മോണിറ്റർ കാണിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ആ എന്താണെന്നുള്ള ടേം മാത്രം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഞാൻ നിങ്ങൾക്ക് കൂടുതൽ കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ പിക്ചർ എത്തുന്ന കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇനി വെർബലിന്റെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ലിപ് മൂവ്മെന്റ് ഉണ്ടോ, ആള് അനങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ചില പേഷ്യൻസിന് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റില്ല അല്ലെ? അപ്പോ അങ്ങനെ ലിപ് മൂവ്മെന്റ്സ് ഉണ്ടാന്നൊക്കെ ഇതിനകത്ത് നമ്മൾക്ക് വെർബൽ റെസ്പോൺസ് കാണിക്കും അല്ലെ? ഇവിടെ ഓരോ നമ്പർ ഇട്ട് പോലെ എഴുതിക്കണുണ്ടോ? അതായത് കറക്റ്റ് ഉള്ള മെഷറിംഗ്മെന്റ് ആണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഇനി മോട്ടോർ റെസ്പോൺസ് അല്ലെ? കൈകാലുകളുടെ ചലനമുണ്ടോ, അല്ലെങ്കിൽ ശരീരം എവിടെയെങ്കിലും ചലിക്കുന്നുണ്ടോ,
ഇപ്പോ കൈ അനങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് വിരലുകൾ അനക്കുന്നുണ്ടാവും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെയാണ് മോട്ടോർ റെസ്പോൺസിൽ വരുന്നത്. ഇതാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. ക്ലിയർ ആയാലും എല്ലാവർക്കും ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്താണെന്ന്? നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാകാൻ വേണ്ടി ഞാൻ ഈ പിക്ചർ തന്നു എന്നുള്ളൂ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു കാനുലാസ്. കാനുലാസ് കണ്ടോ? ചെറിയൊരു പിക്ചർ ആണ്, കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? മാഡം നേരത്തെ ഒന്ന് കാണിച്ചു തരുമോ മാഡം? നേരത്തെ ഓക്കെ, ഗ്ലാസ്ഗോ വേണോ? ഓ ഓക്കെ, ഓക്കെ കണ്ടോ? ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. നിങ്ങൾ നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് മാഡം, എഴുതിക്കോളാം മാഡം. ഓക്കെ ഓക്കെ, ഓക്കെ. കാനുലാസ് കേട്ടോ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആകുമ്പോ കാനുലാസ് ഇടുമെന്ന് അല്ലെ. ഇങ്ങനെയുള്ള ഒരു നമ്മളുടെ കൈത്തണ്ടയിൽ ഇങ്ങനെ നമ്മളുടെ ആ ഒരു ഞരമ്പിന്റെ ആ ഒരു പൊസിഷനിലാണ് എന്ത് ചെയ്യുന്നത്, കാനുലാസ് ഇടുന്നത് അല്ലെ. ഇതിലൂടെയാണ് മെഡിസിൻ നൽകുന്നത്. ഇഞ്ചക്ഷൻ ഒക്കെ ഉണ്ടാവില്ലേ, ഇപ്പൊ ചിലപ്പോ മോർണിംഗ് അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ അങ്ങനെ ഓരോ ടൈമിനൊക്കെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഈ കാനുലാസിൽ കൂടിയാണ്. ഓക്കെ, ന്യൂമോതൊറാക്സ് നമ്മൾ നേരത്തെ ഒരു ടൈം പറഞ്ഞായിരുന്നില്ലേ ന്യൂമോതൊറാക്സ് എന്നുള്ളത്. ജസ്റ്റ് അതിന്റെ ഒരു പിക്ചർ ആണ് കേട്ടോ കാണിക്കുന്നത്. ന്യൂമോതൊറാക്സ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ശ്വാസകോശത്തിനും അല്ലെങ്കിൽ എന്താണ് ശ്വാസകോശത്തിന് നെഞ്ചിന്റെ ഭിത്തിക്കുള്ളില് അല്ലെങ്കിൽ ഈ ഒരു പോർഷനില്ലേ നമ്മളുടെ ശ്വാസകോശത്തിന്റെയും ഈ ഒരു നെഞ്ചിന്റെ ഒക്കെ ആ പോർഷൻ, അതിന്റെ ഉള്ളിൽ എന്താണ് ഈ വായു അല്ലെങ്കിൽ ഓരോരോ വായു ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്ലഡ് എന്തെങ്കിലും ഒരു ഫ്ലൂയിഡുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ചെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മളവിടെ സെറ്റ് ചെയ്യുന്നത്. ഒരു ട്യൂബ് പോലെ, ചെറിയൊരു ട്യൂബ് പോലെയാണ്. ഈ മരുന്നുകളൊക്കെ പെട്ടെന്ന് മരുന്നുകൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പേഷ്യൻസിലോട്ട് മരുന്ന് എത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു ചെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ട്യൂബ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ട്യൂബാണ് നമ്മൾ ഈ ശ്വാസകോശത്തിന്റെ ആ ഒരു ഏരിയയിൽ ചെയ്യുന്നത് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ശ്വസന പ്രവർത്തനങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ട് അല്ലെ. ശ്വസിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ എന്തെങ്കിലും എയറിന്റെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന ആ പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു നമ്മൾ ഈ ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞ ഇത് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ട്യൂബിന്റെ കാര്യം പറഞ്ഞില്ലേ നേരത്തെ, എൻഡോ അല്ലെ അല്ലെങ്കിൽ നാസോ ഗ്യാസ്ട്രിക് ട്യൂബ്, 2 ടൈപ്പുള്ള ട്യൂബുകളെ പറ്റി പറഞ്ഞു. അതിന്റെ ഒരു പിക്ചർ ആണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കണ്ടോ ട്യൂബ് കണ്ടോ? ചില പേഷ്യൻസിന് എൻഡോട്രൈക്കൽ ട്യൂബ് ഇടും അല്ലെ, വായിൽ കൂടി വരുന്ന ട്യൂബാണത്. പിന്നെ നമ്മൾ പറഞ്ഞു നാസോ ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞാല് ഈ സെയിം ട്യൂബ് തന്നെ മൂക്കിൽ കൂടി വരുന്നതാണ്. ഇതിലൂടെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ മറ്റേ സിറഞ്ച് വഴിയാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ഫുഡ് ആയിരിക്കണം, വളരെ ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഫുഡാണ് നമ്മൾ പേഷ്യൻസിന് ഇതിലൂടെ നൽകുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പിക്ചറുകളും നിങ്ങൾക്ക് കുറച്ച് ഇതിനകത്തുള്ള ടേമുകൾ മാത്രം എടുത്ത് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ടൈമാണ്. അപ്പൊ പിക്ചറും കൂടി കണ്ടപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ എല്ലാവർക്കും. ഓക്കെ, അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നോക്കാം. ഇന്ന് നമ്മൾ എടുത്ത കാര്യങ്ങള് ട്രാൻസ്ഫർ ടു ആൻ എക്സിഡന്റ് കെയർ ഫെസിലിറ്റി തുടങ്ങിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് നമ്മൾ പറഞ്ഞു. ജസ്റ്റ് ഒന്നും കൂടി ടീച്ചർ പറയാണ്. ഷുവർ പേഷ്യന്റ് ഫിസിഷ്യൻ അല്ലെ, എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്റ്റൻഡഡ് കെയറിൽ വേണ്ടത്? ആ ഒരു രോഗി പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ ഇതുവരെ തുടർന്നു കൊണ്ടുപോകുന്ന എല്ലാ ഡീറ്റെയിൽസും അല്ലെ, സമ്മറി വേണം, ഡ്രഗ് റെജിമെന്റ് വേണം, പിന്നെ എന്താണ് സ്പെഷ്യൽ കെയർ വേണം, ഡയറ്റ് പ്ലാൻ വേണം, ഫിസിയോതെറാപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് വേണം അല്ലെ. അത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എന്ത് വേണം, ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വേണം. പിന്നെന്ത് വേണം മാഡം? അതായത് പേഷ്യന്റ് ആശുപത്രിയിൽ ചെയ്തിട്ടുള്ള എല്ലാ കംപ്ലീറ്റ് ഡീറ്റെയിൽസും വേണം. അതെ, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ടൈം വരെ ഏതൊക്കെയാണ് അവർക്ക് ട്രീറ്റ്മെന്റ് നൽകിയിരിക്കുന്നത് അല്ലെ. ഇപ്പോ അതാണ് പറഞ്ഞത്, ഇൻ കേസ് ഡയറ്റിംഗ് പ്ലാൻ വരെ അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ആ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് ആൾക്ക് എങ്ങനെയുള്ള ഫുഡാണ് അത്രയും ഡേയ്സിൽ കൊടുത്തുകൊണ്ടിരുന്നത്, ആ ഒരു ഫുഡിന്റെ ഡയറ്റ് പ്ലാൻ വരെ എന്ത് വേണം, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കൊടുക്കണം.
ഇനി എന്തൊക്കെ വേണം? കംപ്ലീറ്റ് നഴ്സിംഗ് സമ്മറി ഇൻക്ലൂഡിങ് പേഷ്യന്റ് അസസ്മെന്റ് അല്ലെ, വിലയിരുത്തല്. ഓരോ ദിവസത്തെ കാര്യങ്ങൾ വിലയിരുത്തൂല. നമ്മൾ പറഞ്ഞില്ലേ, ഇൻചാർജ് എന്ത് ചെയ്യും? വന്ന പേഷ്യൻസിന്റെ കാര്യങ്ങൾ വിലയിരുത്തും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വിലയിരുത്തലുകൾ വേണം അല്ലെ. അങ്ങനെയുള്ള ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വേണം. പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എന്ത് വേണം? ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അയക്കണം അല്ലെ. ഇനി പറഞ്ഞ എന്താണ്? സെറ്റിൽമെന്റ് അല്ലെ. ബില്ലുകൾ, എന്തെങ്കിലും ബില്ലുകൾ വല്ല ഡ്യൂ ആയിട്ടുണ്ടോ? മാഡം സ്ക്രീൻ കാണാൻ പറ്റില്ല. എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ല? മേഡം കാണാൻ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ. ക്ലിയർ ആണോ? കാണാൻ പറ്റുന്നില്ല മേഡം. മേഡം പറഞ്ഞില്ല. കാണാൻ പറ്റുന്നില്ല. കാണുന്നില്ല ഇപ്പൊ? കാണുന്നുണ്ടോ ആർക്കെങ്കിലും? എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് കാണുന്നില്ല അല്ലേ സ്ക്രീൻ? കാണുന്നില്ല മാം. ഓക്കെ ഓക്കെ, നോക്കാം. ലെഫ്റ്റ് ആയിട്ട് ഒന്നുകൂടെ അറിയാതെ മാഡം. ഓക്കെ ഓക്കെ. കാണുന്നു മാഡം. കാണുന്നുണ്ട് മാഡം. ക്ലിയർ ആണോ? ഇപ്പൊ കാണുന്നുണ്ടോ? കാണാം മാഡം. കാണുന്നുണ്ട് മാഡം. ഓക്കെ അല്ലേ? ഓക്കെ മാഡം. ഓക്കെ ഓക്കെ. ഞാനൊന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കിയത് കീ എലമെന്റ്സ് അല്ലെ. ട്രാൻസ്ഫർ ഫോർ കീ എലമെന്റ്സ് ആണ്. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം? പേയ്മെന്റ് എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. പിന്നെ എന്ത് പറഞ്ഞു നമ്മള്? 1 കോപ്പി എന്ത് വേണം? പേഷ്യന്റിന്റെ ചാർട്ടിന്റെ ഒപ്പം വേണം. നെക്സ്റ്റ് അതർ 1 എന്ത് വേണം? നമ്മള് ട്രാൻസ്ഫർ ചെയ്യുന്ന ഹോസ്പിറ്റൽ ഏതാണോ അങ്ങോട്ട് ഒരു കോപ്പി അയക്കണം. പിന്നെ നമ്മൾ നോക്കി കീ എലമെന്റ്സ് ആണ് നമ്മൾ നോക്കിയത് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളതാണ് നമ്മൾ നോക്കിയത് അല്ലെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വോളണ്ടറി അല്ലെ, അതായത് ശരിയായും വ്യക്തവുമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥ കിട്ടുവാൻ വേണ്ടിയിട്ട് എന്താണ്, ഏതെങ്കിലും പെട്ടെന്നുള്ള റിസ്കുകളൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളെ നമ്മൾ എന്ത് ചെയ്യണം അല്ലെ, റിസ്കുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഡോക്ടറും അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ എന്ത് വേണം? ഒരു റിട്ടേൺ കൺസേൺ പേഷ്യന്റ് റിലേറ്റീവ്സ് എഴുതി നൽകുന്ന ഒരു രേഖാമൂലമുള്ള ഒരു റിട്ടേൺ ആയിട്ടുള്ളത് വേണം. ക്ലിയർ അല്ലേ നിങ്ങൾക്ക് വോയിസ്? ക്ലിയർ ആണ് മാഡം. ഓക്കെ, അത് ചിലവർക്ക് ഇത് കട്ടായി പോകുന്നത് റേഞ്ചിന്റെ പ്രോബ്ലംസ് ആയിരിക്കും കേട്ടോ. നമ്മൾ കുറച്ച് പേർക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ. ക്ലിയർ ഉണ്ട് മാഡം. ഓക്കെ 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 ഓക്കെ. നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് നിന്ന് അങ്ങനെ പറയുമ്പോൾ ഒരു ബാക്കിയുള്ളവർക്കും കൂടി ഒരു ഡിസ്റ്റർബ് വരും കേട്ടോ. റേഞ്ചിന്റെ പ്രോബ്ലം ആയിരിക്കും. നമ്മളുടെ പ്രശ്നമല്ല, കാരണം കുറച്ച് പേർക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്ത് വേണം? റിലേറ്റീവ്സിന്റെ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് വേണം അല്ലെ. എല്ലാ കാര്യങ്ങളും എന്ത് വേണം? റിലേറ്റീവ്സ് ആയിട്ട് പറയണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഹോസ്പിറ്റൽ മാനേജ്മെന്റോ ഡോക്ടറോ തീരുമാനിച്ചിട്ടല്ലോ നമ്മൾ ചെയ്യുന്നത്. റിലേറ്റീവ്സും കൂടി ആയിട്ട് തീരുമാനിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പൊ റിലേറ്റീവ്സിന്റെ ഒരു റിട്ടേൺ ഡോക്യുമെന്റും വേണം. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷനും പ്രിപ്പറേഷനും അല്ലെ. പ്രീ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെ. ക്ലിയർ ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ളൊരു എന്ത് വേണം? ട്രാൻസ്ഫർ ആയിരിക്കണം ചെയ്യേണ്ടത് അല്ലെ. പിന്നെന്താണ്? ടൈം പാഴാക്കാണ്ട് അല്ലെ, സമയം ഒട്ടും തന്നെ കളയാണ്ട് എന്ത് വേണം? രോഗിയെ നല്ല രീതിയിൽ റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ആയിരിക്കണം ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞു 4 ടൈപ്പ് അല്ലെ, ABCD, എയർവേ, ബ്രീത്തിങ്, പിന്നെന്താണ്? ഡിസബിലിറ്റി. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. എയർവേയിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്? നമ്മൾ ട്യൂബിന്റെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. നാസോഗ്യാസ്ട്രിക് ട്യൂബ്, എൻഡോട്രാക്കിയൽ ട്യൂബ് പറഞ്ഞു. ETT ഫുൾ ഫോം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ന് തന്നെ നിങ്ങൾ പഠിച്ചോ കേട്ടോ. അത് പഠിക്കുമ്പോൾ ETT എൻഡോട്രാക്കിയൽ ട്യൂബ് അല്ലെ. പിന്നെ എന്താണ്? നാസോഗ്യാസ്ട്രിക് ട്യൂബ് നമ്മൾ പറഞ്ഞു. സെയിം ട്യൂബുകൾ തന്നെ നമ്മൾ എന്താണ് പേഷ്യൻസിന് നോർമലി ഫുഡ് കഴിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി നമ്മൾ വളരെ എന്താണ് ലിക്വിഡ് ആയിട്ടുള്ള രീതിയിൽ ട്യൂബിൽ കൂടി ആഹാരം ഫുഡ് കൊടുക്കുന്നത്. ബ്രീത്തിങ്ങിന്റെയാണ് നമ്മൾ പറഞ്ഞത്.
ഏതാണ് ന്യൂമോതൊറാക്സ് പറഞ്ഞത് അല്ലെ, അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഫ്രെയിം സ്ഥാപിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് സർക്കുലേഷൻ അല്ലെ. സർക്കുലേഷനിലാണ് നമ്മൾ പറഞ്ഞത് വർക്കിംഗ് കാനുലാസ് സെറ്റ് ചെയ്യുന്നത് അല്ലെ, രോഗികൾക്ക് പേഷ്യൻസിന് കാനുലാസ് സെറ്റ് ചെയ്തിട്ട് അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, മരുന്നുകളൊക്കെ നൽകുന്നത് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ഇനി ഡിസബിലിറ്റി ഓഫ് ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്, അതിനകത്താണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഇന്ന് തന്നെ ഒന്ന് പഠിച്ചു പോവാ, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകുന്നത് ഗ്ലാസ്കോമ കോമ സ്കെയിൽ കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളുടെ ഓരോ ചലനങ്ങൾ അല്ലെ, കണ്ണിന്റെ ചലനങ്ങൾ, മോട്ടോർ അല്ലെങ്കിൽ എന്താണ് സംസാരിക്കുന്നത്, ലിപ്പിന്റെ, അങ്ങനെയുള്ള ഓരോ പ്രൊസീജിയേഴ്സിനും മോണിറ്ററിൽ കാണിക്കുന്നതാണ് ഗ്ലാസ്കോ കോമ സ്കെയിൽ അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ പിക്ചറും കൂടി കണ്ടു. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലാണ് മോഡ് ഓഫ് ട്രാൻസ്ഫർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെ നമ്മളിപ്പോ എടുത്തൊരു ട്രാൻസ്ഫർ ഓപ്പറേഷന്റെ ഇൻട്രൊഡക്ഷൻ തുടങ്ങി ഇതുവരെ ഇന്ന് തന്നെ നിങ്ങളൊന്ന് വായിച്ച് ക്ലിയർ ആക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് ചോദിക്കാം കേട്ടോ. ഇന്ന് തന്നെ ഒന്ന് ക്ലിയർ ആക്കി വെക്കണം. ഇതുവരെ നമ്മൾ ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് അതിന്റെ നമുക്ക് കണ്ടിന്യൂ ആണ് നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു ഫോളോ അപ്പ് നമുക്ക് കിട്ടണം അടുത്ത ക്ലാസ്സിൽ. ഇതുവരെ നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ വരുന്ന ഷോർട്ട് ഫോംസ്, ഇപ്പോ CGS, GCS അല്ലെങ്കിൽ ETT അങ്ങനെയുള്ള ഷോർട്ട് ഫോംസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും പഠിക്കുക. കമ്പൽസറി ആണ് അത്. കാരണം എക്സാമിന് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്തായാലും വരുന്നത് കൂടുതലായിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ എന്താണ് ഇതിന്റെ നോട്ട് നമുക്കിത് ഇല്ല, നമുക്ക് നോട്ടായിട്ടല്ലോ, നിങ്ങൾക്ക് ഓൾറെഡി ഇതിന്റെ PDF അയച്ചു തന്നിട്ടുണ്ടല്ലോ. ഇത് തന്നെ നിങ്ങൾ കോപ്പി എടുത്ത് പഠിക്കുകയായിരിക്കും. പിന്നെ നിങ്ങൾ ഇതുപോലെ നമ്മൾ ക്ലാസ് കേൾക്കുമ്പോൾ ഓരോരുത്തരും നിങ്ങൾ നോട്ട്സ് എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട്, ഇപ്പോൾ ടീച്ചേഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ലെക്ചർ നോട്ട് പോലെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. അല്ലാത്തത് നമുക്ക് ഈ കോപ്പി എടുത്ത് നിങ്ങൾ പഠിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ കുറച്ച് ടേമുകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇമ്പോർട്ടന്റ് ആണ്, അപ്പൊ അങ്ങനെയുള്ള ടൈമുകളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇത്ര നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സ്വന്തമായിട്ട് ഓരോരുത്തർക്കും ഏത് ഭാഷയിലാണോ അല്ലെങ്കിൽ ഏത് ലാംഗ്വേജിലാണോ എഴുതാൻ പറ്റുന്നത് അല്ലെ, നിങ്ങൾക്ക് അറിയാലോ ഓരോരുത്തരുടേത്. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങളുടേതായ രീതിക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എഴുതുക. അതിന്റെ ഇമ്പോർട്ടൻസ് പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതിയല്ലേ മാഡം? അതുമായി ബന്ധപ്പെട്ട നമുക്ക് സ്വന്തമായിട്ട് എഴുതാല്ലേ? അതെ, നമുക്ക് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണല്ലോ എക്സാം വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് അതെ നമുക്ക് നോട്ട്സ് ഒക്കെ വന്നിട്ടുള്ളൂ അല്ലേ, അതിൽ പിക്ചറുകളൊക്കെ ഉണ്ടാവും? നമുക്ക് നിങ്ങൾക്ക് തരുന്നത് ഒരു PDF-ൽ നമുക്ക് പിക്ചർ ഇല്ല. പിന്നെ നമുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ക്ലിയർ ആവാത്തതാണ് നമ്മൾ പിക്ചർ ഇപ്പോൾ പ്രസന്റ് ചെയ്യുന്നുണ്ടല്ലോ. പിക്ചർ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് തരാം ഇതിന്റെ ഒപ്പം തന്നെ. ഓക്കെ, നല്ലതായിരിക്കും. ഓക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് PDF ആയിട്ട് ഇങ്ങനെ നോട്ട്സ് ആണ്. അപ്പൊ അതിന്റെ ഒപ്പം ചിലതിന്റെ ഒപ്പം പിക്ചേഴ്സ് ഉണ്ടാവും. നമ്മൾ ICUവിന്റെ ഒക്കെ ഒപ്പം പിക്ചേഴ്സ് ഉണ്ടായിരുന്നല്ലോ അത്യാവശ്യം വേണ്ടുന്നതൊക്കെ അല്ലെ. അപ്പോ പിന്നെ നിങ്ങൾക്ക് ഇന്നിപ്പോ കുറച്ച് പുതിയ ടേം ഒക്കെ വരുമ്പോൾ നമ്മൾ പിക്ചർ കാണിക്കുമ്പോൾ നിങ്ങൾ എന്താണ് കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പിക്ചേഴ്സും കൂടി കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഒരു ലെക്ചർ നോട്ട് പോലെ പോയിന്റ് ആക്കി മാത്രം. നമ്മൾ കുറെ നോട്ട്സ് ആയിട്ട് എഴുതേണ്ട കാര്യമില്ല. പോയിന്റ് ആയിട്ട് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്നത് എങ്ങനെയാണോ അങ്ങനെ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇന്നെടുത്ത ക്ലാസ് ഏകദേശം എല്ലാവർക്കും ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. പിന്നെ കുറച്ച് പുതിയ ടേമുകളൊക്കെ നമ്മൾ ഇന്ന് വന്നു അല്ലെ, നമ്മൾക്ക് കേൾക്കാത്ത കുറച്ച് ടേമുകളൊക്കെ ആയിരുന്നു. പക്ഷെ അത് പിക്ചറും കൂടി കാണിച്ചപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് എല്ലാവർക്കും ഒരു ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ട്രാൻസ്ഫർ പേഷ്യന്റ് ആരെങ്കിലും നോട്ട് എഴുതിയായിരുന്നു? ബിനോയുടെ നോട്ട് ഒന്ന് ഷെയർ ചെയ്യോ? ഏതാണ്? ഇന്നലത്തെ ക്ലാസ്സിന്റെ
ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് നോട്ട്സ് എഴുതാത്തവർക്കൊക്കെ ഒരു ഉപകാരപ്രദമായ ഇത് ബെറ്റർ ആയിരിക്കും. എല്ലാവർക്കും ഓക്കെ എല്ലാവർക്കും കൂടി ഒരു ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഓരോരുത്തർ ഇല്ലാത്ത പകുതി ഷെയർ ചെയ്യെല്ലാം ചെയ്യാലോ, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം. അത് നല്ലൊരു ഐഡിയ ആണ്. അത് നല്ലൊരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് അയക്കാം, നിങ്ങളൊന്ന് നോക്കാവോ? നിങ്ങൾക്കത് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്.